പ്രൈസ് ദി ലോർഡ്. നാഷണൽ അപ്പോസ്തോലിക് മിനിസ്ട്രിയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവ് തിരുവായി മൊഴിഞ്ഞ് അരുളി ചെയ്ത കാര്യമാണിത്. കർത്താവ് അവിടെ ശുശ്രൂഷയിലായിരിക്കുന്ന സമയത്ത് തന്നെ അന്വേഷിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവൻ അവരോട് പറയുകയാണ്, എൻ്റെ അമ്മയും സഹോദരന്മാരും ആരാണ്? എന്നിട്ട് ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇവരൊക്കെയാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് പറഞ്ഞു. അതായത് ദൈവഹിതപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ സ്വന്തമായി തീരുകയാണ്. ദൈവവും അവരുമായിട്ട് ഒരു അഭേദ്യമായ ബന്ധമുണ്ടാകുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നാണ്. അപ്പോൾ രക്തബന്ധത്തെക്കാൾ ഉപരിയായി, അതായത് ഈ ലോകത്തിലെ രക്തബന്ധം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ ബന്ധത്തെക്കാൾ അധികമായി ഉള്ള ഒരു ബന്ധമാണ് കർത്താവും തന്നിൽ വിശ്വസിക്കുന്നവരും തമ്മിലുള്ളത്. അതായത് കർത്താവിൽ വിശ്വസിക്കുമ്പോൾ അവർ കർത്താവിൻ്റെ കുടുംബത്തിലായി തീരുകയാണ്. യഥാർത്ഥ കുടുംബ ബന്ധം എന്ന് വെച്ചാൽ സ്നേഹത്താൽ വ്യാപരിക്കുന്ന അനുസരണം. എന്താണ് അനുസരണം? ദൈവഹിതത്തിൻ്റെ അനുസരണം, ദൈവവചനത്തിൻ്റെ അനുസരണം, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി. അത് നാം അറിയുന്നത് എങ്ങനെയാണ്? വചനത്തിലൂടെയാണ് ദൈവഹിതം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അപ്പോൾ വചനം അനുസരിച്ച് ജീവിക്കുന്നത്, അതായത് കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്ന ഏതു വ്യക്തിയും, കർത്താവിൽ വിശ്വസിക്കുന്ന ഏതു വ്യക്തിയും കർത്താവിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഇതൊരു വലിയ ആത്മീയ സത്യമാണ്. ഇത് ആത്മീയ ബന്ധമാണ്. ഇത് ബയോളജിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിനേക്കാൾ അധികമായ ഒരു രക്തബന്ധമാണ്. അപ്പോൾ ഇവിടെയും രക്തബന്ധമെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? കർത്താവിൻ്റെ രക്തത്താലാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. കർത്താവ് നമ്മെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നമ്മെ ജീവിപ്പിച്ചത് തൻ്റെ സ്വന്തം രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയാണ് കർത്താവ് നമുക്ക് ജീവൻ തന്നിരിക്കുന്നത്. തൻ്റെ രക്തം കൊടുത്ത് നമ്മെ സ്വന്തമാക്കിയപ്പോൾ ആത്മീയമായ ഒരു വലിയ ബന്ധം, ഒരിക്കലും നിന്നു പോകാത്ത ഒരു വലിയ ബന്ധം കർത്താവുമായിട്ട് നമുക്കുണ്ടാകുകയാണ്. ഭൂമിയിലെ ബന്ധങ്ങളെക്കാൾ എത്രയോ വലുതും ശ്രേഷ്ഠവുമാണ് ഈ മഹാത്മ്യമേറിയ രക്തബന്ധം. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഭൂമിയിലെ രക്തബന്ധം എന്ന് വെച്ചാൽ നാം ഈ ഭൂമിയിൽ അല്പകാലം ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമുള്ള താൽക്കാലികമായ ഒരു ബന്ധമാണ്. അപ്പോൾ ഈ ജീവിതം തീരുമ്പോൾ ഇവിടുത്തെ രക്തബന്ധവും അവസാനിക്കും. എന്നാൽ നമ്മെ വീണ്ടെടുത്ത രക്തം ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്നു എന്നാണ് പറയുന്നത്. ഹാബേലിൻ്റെ രക്തവും കയീൻ്റെ രക്തവും വാസ്തവത്തിൽ ഒരേ മാതാപിതാക്കളിൽ നിന്നുള്ള രക്തമായിരുന്നു. എന്നാൽ കയീൻ സഹോദരനെ കൊന്നു. അപ്പോൾ ഹാബേലിൻ്റെ രക്തം ഭൂമിയിൽ വീണു. ആ രക്തം ദൈവത്തോട് അതായത് പ്രതികാരത്തിനായി യാചിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് ഹാബേലിനെ ജീവിക്കാൻ കയീൻ അനുവദിച്ചില്ല? ആ രക്തമാണ് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് കർത്താവിൻ്റെ അടുത്ത്. അപ്പോൾ കർത്താവിൻ്റെ രക്തത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് പ്രതികാരത്തിന് വേണ്ടി യാചിക്കുന്നതല്ല.
കർത്താവിൻ്റെ രക്തത്താലാണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. കർത്താവ് തൻ്റെ ജീവൻ കൊടുത്താണ് നമുക്ക് ജീവനും സമൃദ്ധിയായ ജീവനും തരാനായിട്ട് കാൽവറിയിൽ യാഗമായി തീർന്നത്. അപ്പോൾ ഈ കാൽവറിയിൽ യാഗമായി തീർന്ന കർത്താവുമായിട്ട് നമുക്ക് വെറുമൊരു ബന്ധമല്ല ഉള്ളത്, നമ്മുടെ ജീവനെ രക്ഷിച്ച രക്ഷിതാവിൻ്റെ കർത്താവിലുള്ള ഒരു ബന്ധമാണ് നമ്മുടെ ഈ ആത്മീയമായ ബന്ധമെന്ന് പറയുമ്പോൾ. ഈ ബന്ധം ഒരിക്കലും അഴിഞ്ഞു പോകുന്നതല്ല. കാരണം അതത്ര വിലയേറിയ ഒരു ബന്ധമാണ്. അതുകൊണ്ടാണ് ലോകത്തിലുള്ള ബന്ധങ്ങളെക്കാളൊക്കെ അധികമായി കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം. അപ്പോൾ ആ ബന്ധത്തിൽ കൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? നാം കർത്താവിൻ്റെ സ്വന്തമായി തീരുകയാണ്. കർത്താവിൻ്റെ സഹോദരന്മാരായിത്തീരുന്നു, കർത്താവിൻ്റെ സഹോദരിമാരായിത്തീരുന്നു, കർത്താവ് നമ്മുടെ രാജാവായിത്തീരുന്നു, നാം കർത്താവിൻ്റെ പ്രജകളായിത്തീരുന്നു, കർത്താവ് നമ്മുടെ പിതാവായിത്തീരുന്നു, കർത്താവ് നമ്മുടെ എല്ലാമായിത്തീരുന്നു. അതായത് അങ്ങനെ ഒരു വലിയ ബന്ധമാണ് നമുക്ക് കർത്താവുമായിട്ടുള്ളത്. അപ്പോൾ സ്നേഹത്താൽ വ്യാപരിക്കുന്ന അനുസരണത്തിൽ കൂടെ മാത്രമാണ് നമുക്ക് ഈ ബന്ധം നിലനിർത്താനൊക്കുന്നത്. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്.